Neha? Neha? Yes, ma'am. Neha, എവിടെ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത്? പറഞ്ഞ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എവിടെയാ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ലാസ്റ്റ്? ടൈഫൽ? ടൈഫൽ? Can you hear me? എവിടെയാ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തേ? ആർക്കും ഓർമ്മയില്ലേ? ടൈഫൽ? Yes, ma'am. എവിടെയാ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തേ? ലാസ്റ്റ് എന്താ നമ്മൾ എടുത്തത്? കറക്റ്റ് ഓർമ്മയില്ല മാം. ലാപ്ലേസ് ട്രാൻസ്ഫോം കുറെ ഫംഗ്ഷൻ നമ്മൾ ഇൻവേഴ്സ് സ്റ്റാർട്ട് ചെയ്തോ? ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം? ഇല്ല. ലാസ്റ്റ് നമ്മൾ ഏതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാ കണ്ടുപിടിച്ചെന്ന് ഉണ്ടോ നോട്ടില്? കോസ് എ ടി സൈൻ എ ടി കോസ് എച്ച് എ ടി സൈൻ എച്ച് എ ടി നമ്മൾ ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. കോഴ്സ് വെച്ച് ചെയ്തിട്ടില്ല മാം. കോസിന്റെ സൈൻ ഓക്കെ, ടി റേസ് ടു എൻ ആണ് ലാസ്റ്റ് ചെയ്തത്, അതിനുശേഷം പിന്നെ ചെയ്തിട്ടില്ല. ഇല്ല. Okay, so now we can find some Laplace transform of some trigonometric functions, that is cos, sine and cosech and sin h. അപ്പം ഈ നാലെണ്ണത്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും കൂടെ നമുക്കൊന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിച്ച വരെയുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സീറോ? വേഗം പറയണേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സീറോ ഈസ് 0, and Laplace transform of 1 is, okay, Laplace transform of t is what? T endana? Very good. Then Laplace transform of e raised to at is? Laplace transform of e raised to at is what? Laplace transform of 1 by s minus a. Very good. Then e raised to minus at, Laplace transform of e raised to minus at is 1 by s plus a. And Laplace transform of t raised to n. അതായിരുന്നു ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. വാട്ട് ഈസ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ? ടി റേസ് ടു എൻ. n factorial divided by s raised to n plus 1. Very good. So that is t raised to n. T raised to n is equal to n factorial divided by s raised to n plus 1, which means Laplace transform of t cube എന്തായിരിക്കും? t raised to 3 is what? 3 factorial divided by s raised to 4. And Laplace transform of t raised to 10 എന്തായിരിക്കും? It is 10 factorial divided by s raised to 11.
ഓക്കെ, അപ്പം അങ്ങനെ ഒരുപാട് ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ നമുക്ക് ഈ ഒരു ജനറൽ ഫോമുല യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അപ്പം അത്രയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് കുറച്ച് സ്പീഡിൽ പോകേണ്ടതുണ്ട്, കാരണം നിങ്ങളാണ് ഇപ്പം ഏറ്റവും ബാക്കിലോട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് സ്പെഷ്യൽ വെക്കാൻ പറ്റിയില്ലല്ലോ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ സ്പെഷ്യൽ ക്ലാസ്സസ്. ഓക്കെ, so listen. Now we can find the Laplace transform of sin 80 and cos 80. അതിന് മുന്നിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ദാറ്റ് ഈസ് ലീനിയാരിറ്റി. Linearity of Laplace transform. Okay, ഒന്നുമില്ല. That is Laplace transform of a into f of t plus b into g of t. If you want to find the Laplace transform of two functions, sum of two functions, okay, if f of t and g of t are two functions, and if you want to find the Laplace transform of a into f of t plus b into g of t, then you can find what? ഇതിനെ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാം. എഫ് ഓഫ് ടി പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ബി ഇൻറ്റു ജി ഓഫ് ടി. Or either a, b are constants, then we can take that constants outside, that is a into Laplace transform of f of t plus b into Laplace transform of g of t. ഓക്കെ, അതായത് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം സെപ്പറേറ്റ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. സോ ദിസ് ഈസ് കോൾഡ് ലീനിയാരിറ്റി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, അപ്പം ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സൈനിൻ്റെതും കോസിൻ്റെതൊക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇപ്പം ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫൈൻഡ് Laplace transform of, നിങ്ങൾ വേഗം എഴുതിയെടുക്കണം, ഞാൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ എഴുതി പോവുക. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80 ആൻഡ് കോസ് 80. ഓക്കെ, ഈ സൈൻ 80യുടെയും കോസ് 80യുടെയും ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കണം ബൈ യൂസിങ് ലീനിയാരിറ്റി. ലീനിയാരിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സൈൻ 80യുടെയും കോസ് 80യുടെയും ഒക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിനു മുന്നേ നിങ്ങൾ പഠിച്ച ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇ റേസ് ടു ഐ 80? എനി വൺ? ഓർ ഇ റേസ് ടു ഐ തീറ്റ ഇസ് ഈക്വൽ ടു വാട്ട്? ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? നിങ്ങൾ +2 പഠിക്കുന്നുണ്ട്. ഇ റേസ് ടു ഐ തീറ്റ മീൻസ് വാട്ട്? ആർക്കെങ്കിലും അറിയോ? ഇ റേസ് ടു ഐ തീറ്റ, എക്സ്പാൻഷൻ ഓഫ് ഇ റേസ് ടു ഐ തീറ്റ. ഇ റേസ് ടു ഐ തീറ്റ ഇസ് ഈക്വൽ ടു ആക്ച്വലി വാട്ട്? Cos theta plus I sin theta. Okay, e raised to I theta is equal to cos theta plus I sin theta. അറിയില്ലെങ്കിൽ ഓർത്ത് വെക്കുക, e raised to I theta എക്സ്പാൻഷൻ ആണ് ഇത്. So what is the expansion of e raised to I 80? e raised to I 80യുടെ എക്സ്പാൻഷൻ എന്താ വരുക? It is cos, ഇവിടെ തീറ്റ ആകുമ്പം here theta, then here it is 80. So cos 80 plus I sin 80. Okay, so here you have to find the Laplace transform of cos 80 and Laplace transform of sin 80. So you can use this formula for finding Laplace transform of both these functions. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ഒരു സൈൻ 80യുടെയും കോസ് 80യുടെയും ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഒരു ഫോർമുല വെച്ചിട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോകുന്നത്. So the next step is take a Laplace transform on both sides. Laplace transform ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So take a Laplace transform on both sides. That is L of cos 80 plus I into sin 80. Okay, then by using the linearity property of Laplace transform, നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. That is L of cos 80 plus I is a constant, so take that outside, I into Laplace transform of sin 80. Okay, now you know the Laplace transform of e raised to I 80.
What is Laplace transform of e raised to iat? 1 by s minus ia, right? നമ്മൾ പഠിച്ചല്ലേ ഇതാ ഇവിടെ iat ആണ്. So the Laplace transform of e raised to iat is 1 by s minus ia, okay, which is equal to Laplace transform of cos at plus I into Laplace transform of sin at. ഓക്കെ, നമ്മൾ ഇത്രയേ ചെയ്തുള്ളൂ. ഈ ഒരു ഫോർമുല യൂസ് ചെയ്തു. ദറ്റ് ഈസ് ഇ റേസ് ടു ഐ എ ടി ഈസ് ഈക്വൽ ടു കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി. ദെൻ രണ്ട് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം കൊടുത്തു, അതിനെ സെപ്പറേറ്റ് ചെയ്തു. Then we know Laplace transform of e raised to iat is what? 1 by s minus ia. അത് നമ്മൾ എഴുതി. Now അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ ഡിനോമിനേറ്ററിൽ ഇങ്ങനെ നമുക്ക് കോംപ്ലെക്സ് നമ്പർ, ദിസ് ഇസ് കോംപ്ലെക്സ് നമ്പർ റൈറ്റ്, എസ് മൈനസ് ഐ എ. അപ്പം ഇതൊരു കോംപ്ലെക്സ് നമ്പറാണ്. അപ്പം ഇങ്ങനെ ഡിനോമിനേറ്ററിൽ കോംപ്ലെക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതിന് കളയാൻ, അതിനൊരു റാഷണൽ ഫോമിലോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കോൺജുഗേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ഓൾസോ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച കാര്യമാണ്. ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിനോമിനേറ്ററിൽ ഇങ്ങനെ കോംപ്ലെക്സ് നമ്പർ ആണെങ്കിൽ then you can multiply this denominator by its conjugate. Okay, then this complex denominator changes to what? Rational number. Okay, so അടുത്ത step is what? You have to multiply the denominator by its conjugate. So what is the conjugate of s minus ia? S plus ia. Conjugate means നേരെ സൈൻ മാറ്റി എഴുതുക. സോ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി പ്ലസ് റൈറ്റ് സൈഡ് ഇങ്ങനെ തന്നെ. ഇതെന്താണെന്ന് നമുക്കറിയില്ല. ഓക്കെ, നൗ ഇതെന്താണ്? 1 ഇൻറ്റു എസ് പ്ലസ് ഐ എ ഇസ് എസ് പ്ലസ് ഐ എ itself divided by s minus ia into s plus ia is what? S minus ia into s plus ia. നമുക്കറിയാം a plus b into a minus b is equal to what? It is a square minus b square, right? അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ട്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. Similarly, if it is a complex number, that is a plus ib into a minus ib. Okay, if it is a complex number, then the answer is a square plus b square. Okay, a plus ib into a minus ib is a square plus b square. So here s minus ia into s plus a എന്താ വരുക? എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ വിച്ച് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി പ്ലസ് ഐ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി. So here this is an equation. So left side is equal to right side. അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടേമും ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ടേംസും ഈക്വൽ ആണ്. ഇനി എങ്ങനെ നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യുക? ബോത്ത് സൈഡ്സ് യു ഹാവ് കോംപ്ലെക്സ് നമ്പർ. Okay, if two complex numbers are equal, then its real part is equal. Real part and real part are equal. Then imaginary partum equal ആയിരിക്കും. So ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. That is s plus ia divided by s square plus a square means s divided by s square plus a square plus ia divided by s square plus a square. ഈ ലെഫ്റ്റ് സൈഡ് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? എൽ ഓഫ് കോസ് എ ടി പ്ലസ് ഐ ഇൻറ്റു എൽ ഓഫ് സൈൻ എ ടി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു രണ്ട് സൈഡിൽ എന്താണുള്ളത്? രണ്ടും ഈക്വൽ ആണ്. ദിസ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ആർ ഈക്വൽ. സോ ദി കറസ്പോണ്ടിങ് ടേംസ് ആർ ഈക്വൽ. അതായത് ഇതിൻ്റെ റിയൽ പാർട്ടും ഇതിൻ്റെ റിയൽ പാർട്ടും ഈക്വൽ ആയിരിക്കും ആൻഡ് ദി ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും. സോ ഇഫ് യു ഇക്വേറ്റ് ദി റിയൽ പാർട്ട്, what you will get? എന്താ കിട്ടുക നിങ്ങൾക്ക് റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം? ഹിയർ ദിസ് ഈസ് റിയൽ പാർട്ട് അല്ലേ? ഒരു കോംപ്ലെക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ എ പ്ലസ് ഐ ബി ഈസ് എ കോംപ്ലെക്സ് നമ്പർ. ഇതിനെ നമ്മൾ റിയൽ പാർട്ട് എന്ന് പറയാം, ഈ എനെ. ആൻഡ് ഐൻ്റെ കൂടെയുള്ള ടേമാണ് നമ്മൾ ഇമാജിനറി പാർട്ട്. ഓക്കെ, സോ ഹിയർ വാട്ട് ഈസ് എ റിയൽ പാർട്ട്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് ദി റിയൽ പാർട്ട് വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ റിയൽ പാർട്ട് ഈസ് എൽ ഓഫ് കോസ് എ ടി. ഓക്കെ, so you will get the equation of Laplace transform of cos a t, the formula of Laplace transform of cos a t.
And the cos at s by s square plus a square. Similarly, this is what imaginary part equate ചെയ്യുമ്പം a by s square plus a square, which is equal to Laplace transform of sin at. Okay. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എയ്റ്റിയും കിട്ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എയ്റ്റിയും കിട്ടി. Okay, is it clear? ഒന്നും കൂടെ പറയാം. We have to find the Laplace transform of sin 80 and cos 80. So here e raised to I 80. E raised to I 80 means what? Cos 80 plus I sin 80. ഇത് അറിയാത്തവർ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. The expansion of e raised to I 80 is equal to cos 80 plus I sin 80. Okay, then the next step we take what Laplace transform on both sides. Then you will get Laplace transform of e raised to I 80 is equal to Laplace transform of cos 80 plus I sin 80. Okay, then Laplace transform of e raised to I 80 is equal to what? We are using the linearity property, that is L of cos 80 plus separate I into L of sin 80. Okay, now we have already studied that L of e raised to I 80 is what? 1 by s minus IA, which is equal to L of cos 80 plus I into L of sin 80. Then this is complex number and complex denominator is there. So to change that complex denominator into a real number, then you can multiply this number by its conjugate. അപ്പോൾ നമ്മൾ അതിൻ്റെ കോൺജുഗേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദറ്റ് ഈസ് എസ് മൈനസ് ഐ എ ഇൻ ടു എസ് പ്ലസ് ഐ എ ചെയ്തു ഡിനോമിനേറ്റർ. സിമിലർലി we multiply the numerator by s plus ia. Numerator നമ്മൾ s plus ia വെച്ചിട്ട് multiply ചെയ്തു. Okay, then what? 1 into s plus ia is s plus ia divided by s minus ia into s plus ia is s square plus a square, which is equal to Laplace transform of cos 80 plus I into Laplace transform of sin 80. അപ്പം ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് എഴുതി, റിയൽ പാർട്ടിന് വേറെയും ഇമാജിനറി പാർട്ടിന് വേറെ ആയിട്ട് എഴുതി. ദെൻ ഇക്വേറ്റിംഗ് ദി റിയൽ പാർട്ട് യു വിൽ ഗെറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 80 ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80 ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. Okay, so this is the Laplace transform of cos 80 and sin 80. Is it clear? Clear ആണോ? സൈൻ 80യുടെയും കോസ് 80യുടെയും ലാപ്ലേസ് ട്രാൻസ്ഫോം മനസ്സിലായോ? ഓക്കെ, അപ്പം ഇപ്പം തന്നെ അത് പഠിക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 80 is equal to what? S divided by s square plus a square. ഓക്കെ, കോസ് സി ആണ്. സി വരുമ്പം എസ് ആണ് ന്യൂമറേറ്ററിൽ വരിക. കോസ് ഇസ് ഈക്വൽ ടു എസ്. നിങ്ങൾ സി എസ് സ്റ്റുഡൻസ് അല്ല, അപ്പോൾ ഓർമ്മിച്ചാൽ മതി. സി എസ് കോസ് ആണെങ്കിൽ എപ്പോഴും ന്യൂമറേറ്ററിൽ എസ് ആയിരിക്കും ഉണ്ടാവുക. സോ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 80. And the Laplace transform of sin 80 is what? A by s square plus a square. Sin ഇൻ്റെതും കോസിൻ്റെതും ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്ററിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കോസിൻ്റെത് ന്യൂമറേറ്ററിൽ എസ് ആയിരിക്കും, സൈനിൻ്റെത് ന്യൂമറേറ്ററിൽ എ ആയിരിക്കും. ഓക്കെ, സോ അതാണ് കോസ് 80യുടെയും സൈൻ 80യുടെയും ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, so L of cos 80 equal to S by S square plus A square, and L of sin 80 is equal to A by S square plus A square. Okay, and what? L of sin 2t is equal to what? Sin 2t എന്തായിരിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t. എ ആകുമ്പോൾ ഇവിടെ എന്താണ്? എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ ഹിയർ ഇറ്റ് ഈസ് 2. ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2t ഈസ് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, ആൻഡ് വാട്ട്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 3t എന്തായിരിക്കും? So cos 80 is what? S by s square plus a square. So cos ആണോ, then ന്യൂമറേറ്ററിൽ എസ് ആയിരിക്കും. എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഹിയർ എ ഇസ് 3. ഓക്കെ, 3 സ്ക്വയർ. ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരുപാട് ഫോർമുലാസ് എഴുതാൻ പറ്റും. ഓക്കെ,
it clear? Is it clear? Okay, anyone, any doubt? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതായത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് സൈൻ എച്ച് എ ടിയുടെയും സൈൻ എച്ച് കോസ് ടിയുടെയും ലാപ്ലേസ് ട്രാൻസ്ഫോം. ദെൻ വാട്ട് ഈസ് സൈൻ എച്ച് എ ടി ആൻഡ് വാട്ട് ഈസ് കോസ് എച്ച് എ ടി? നിങ്ങൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് അതിൻ്റെ ഫോമുല ഞാൻ പറഞ്ഞിട്ട് അത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, സോ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ സൈൻ എച്ച്, ഈ എച്ച് വരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്ന് പറയുക. സൈൻ എച്ച് എ ടി ആൻഡ് കോസ് എച്ച് എ ടി, ഇത് രണ്ടും മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സോ സൈൻ എച്ച് എ ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി by 2. So this is a sin HAT, and cos HAT is e raised to AT plus e raised to minus AT divided by 2. ഇത് രണ്ടും മാത്രമേ നിങ്ങൾക്ക് പഠിക്കണ്ടൂ. sin HAT is equal to e raised to AT, ഇവിടെ മൈനസ് ആണ് വരിക, സൈൻ വരുമ്പം e raised to minus AT by 2, and cos HAT is what? e raised to AT plus e raised to minus AT by 2. Now you have to find Laplace transform of sin HAT and Laplace transform of cos HAT. So how can you find that Laplace transform of sin HAT is equal to what? Sin HAT എന്ന് പറഞ്ഞാൽ എന്താ? Laplace transform of e raised to AT minus e raised to minus AT by 2. Okay, so this is a sin HAT, and 1 by 2 is constant, then we can take that 1 by 2 outside, then you will get Laplace transform of e raised to AT minus e raised to minus AT, right? Then what, using linearity property, you can separate this word e raised to AT minus Laplace transform of e raised to minus AT. So this 1 by 2 is common, okay, which is equal to 1 by 2 into Laplace transform of, okay, Laplace transform of 1 by e raised to AT is what? 1 by s minus a minus e raised to minus AT. Laplace transform of e raised to minus AT is 1 by s plus a, okay, which is equal to 1 by 2 into the cross multiply chia, okay. That is 1 by s minus a minus 1 by s plus a is what? 1 into s plus a, that is s plus a minus 1 into s minus a, that is s minus a. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് ഇടാൻ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്, ഓക്കെ. ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ, ഇങ്ങനെയല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, okay, which is equal to 1 by 2 into s plus a, ഇനി ബ്രാക്കറ്റ് നമുക്ക് പൊട്ടിക്കാം, മൈനസ് എസ് മൈനസ് മൈനസ് എ, ദാറ്റ് ഈസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ. എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ ഈസ് വാട്ട്? ഇവിടെ കോംപ്ലെക്സ് ഒന്നുമല്ല, എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ ഈസ് എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ, okay, which is equal to 1 by 2 into s minus s cancel aipo, a plus a is 2a divided by s square minus a square, which is equal to 2 get cancelled, then you will get a by s square minus a square, okay. So this is Laplace transform of sin HAT, that is a by s square minus a square. നേരത്തെ നമുക്ക് സൈൻ എ ടിയുടെ എന്തായിരുന്നു കിട്ടിയ? a by s square
പ്ലസ് എ സ്ക്വയർ ആയിരുന്നു. അത് നോർമൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആവുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? മൈനസ് ആയിരിക്കും ഉണ്ടാവുക. ബാക്കിയൊക്കെ സെയിം ആണ്. എ തന്നെയാണ് ന്യൂമറേറ്ററിൽ ഉണ്ടാവുക, സൈൻ എച്ച് എ ടിയുടെ. ഓക്കെ, സോ നമ്മൾ ഇത് ഈ ഒരു ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി. സൈൻ എച്ച് എ ടി എന്താണെന്ന് നിങ്ങൾ അറിയാം, എന്നിട്ട് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. സോ ഹിയർ സൈൻ എച്ച് എ ടി ഈസ് ഇ റേസ് ടു എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ 2. സോ സെപ്പറേറ്റ് ചെയ്യുക, 1/2 ഔട്ട് സൈഡ് എടുക്കുക, സെപ്പറേറ്റ് ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സൈൻ എച്ച് എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, ഇനി നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. കോസ് എച്ച് എ ടിയുടെ നിങ്ങൾ ഇതേപോലെ ഒന്ന് കണ്ടുപിടിച്ചേ. കോസ് എച്ച് എ ടിയുടേത് എന്നിട്ട് എന്താ കിട്ടിയേ പറ. കോസ് എച്ച് എ ടി, ഫൈൻഡ് എ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി. ഓക്കെ, ഒന്ന് കണ്ടുപിടിച്ചോ. ഇതാ ഈ ഫോമുല യൂസ് ചെയ്തിട്ട് ഫൈൻഡ് എ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി. വേഗം കണ്ടുപിടിച്ചോ. അഭിനന്ദി, അഭിനവ്, അഭിനവ്, അഭിരാം, പ്രസന്റ്. സർ അഭിനവ് പ്രസന്റ് ആണ്. എവിടെ പോയേ? അല്ല, എൻ്റെ നെറ്റ് ടീച്ചർ ഇങ്ങനെ റീകണക്ട് ആയിപ്പോയി. അഭിരാം പ്രസന്റ്. മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? ആ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ആഗ്ന, പ്രസന്റ് മാം. ആഗ്ന ക്ലിയർ ആണോ? ആ കുഴപ്പമില്ല. കുഴപ്പമില്ല, ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. അഹില, പ്രസന്റ് മാം. അജൽ പ്രേം, പ്രസന്റ് മാം. ആകർഷ്, പ്രസന്റ് മാം. ഗോകുൽ, പ്രസന്റ് മാം. അക്ഷര, പ്രസന്റ് മാം. അൽവിൻ, പ്രസന്റ് മാം. അഞ്ജിത, പ്രസന്റ് മാം. അനുജിത്ത്, പ്രസന്റ് മാം. അനുരാഗ്, പ്രസന്റ് മാം. അരുണിമ, പ്രസന്റ് മാം. അശ്വിൻ, പ്രസന്റ് മാം. അശ്വന്ത്, അശ്വന്ത്, അശ്വിൻ കെ, മാം. അശ്വിൻ പവിത്രൻ, പ്രസന്റ് മാം. അശ്വൽ, പ്രസന്റ് മാം. അശ്വന്ത് ടി കെ, പ്രസന്റ് മാം. അശ്വതി,
Present, ma'am. Atul, Present, ma'am. Deepika, Deepika, Devika, Present, ma'am. Fatima, Present, ma'am. Misbah, Present, ma'am. Shaila, Present, ma'am. Shibilia, Present, ma'am. Zuhra, Fatima, Present, Zuhra. ma'am. കിട്ടിയ ആൻസർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് HAT. Anyone? What is a Laplace transform of cos HAT? S divided by S square minus A square. Very good. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? S divided by S square minus A square is the Laplace transform of cos HAT. Okay. Gada, Present, ma'am. Gopika, Present, ma'am. Isha, Present, ma'am. Kiran, Present, ma'am. Malavika, Present, ma'am. Nabil, Muhammad Nabil, Mohsina, Mohsin, Present, ma'am. Fahad, Present, ma'am. Sadaf, Sahel, Vandana, Neha, Present, ma'am. Niharika, Present, ma'am. Nirmal, Present, ma'am. Nivedita, Present, ma'am. Nainika, Present, ma'am. Punya, Present, ma'am. Rajat, Present, ma'am. Sahila, Noora, Present, ma'am. Sarang, Present, ma'am. Shahana, Present, ma'am. Shanil, Present, ma'am. Shonin, Present, ma'am. Siddharth, Present, ma'am. Sunil, Present, ma'am. Saurabh, Present, ma'am. Sriraj, Present, ma'am. Taifel, Present, ma'am. Varshanath, Present, ma'am. Vignesh, Visruth, Present, ma'am. Pranav, Present, miss. Zelia,
Present, ma'am. Okay. So the absentees are Sahal, Sadaf, then Ashwand, Deepika. Deepika is present. Okay. സോ നമ്മൾ എല്ലാ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ലാപ്ലേസിന്റെ യെസ് പരീക്ഷയ്ക്ക് എത്ര പറ വരെയുള്ളു? നിഹാരിക. പരീക്ഷയ്ക്ക് ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം വരെ. ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് നമ്മൾ ഒരു ചാപ്റ്റർ ഒരു സെക്ഷനും കൂടെ കവർ ചെയ്യും, അതുവരെയാണ് എക്സാമിനുള്ളത്. ഓക്കെ, ഈ എടുക്കുന്നതൊക്കെ എക്സാമിനുണ്ടേ. തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം വരെ. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 0 is 0 and ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 is 1 by s. Laplace transform of t is 1 by s square. Laplace transform of what? T square is equal to 2 factorial divided by s raised to 3, right? Then Laplace transform of e raised to 8 is equal to 1 by s minus a. Laplace transform of e raised to minus 8 is equal to 1 by s plus a. Then what? Laplace transform of where is the t raised to n is equal to n factorial divided by s raised to n plus 1. And then Laplace transform of sin 80 is equal to a by s square plus a square. Then Laplace transform of cos 80 is equal to s by s square plus a square. Then Laplace transform of cos h 80 is equal to s by s square minus a square. And Laplace transform of sin h 80 is equal to a by s square minus a square. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായിരിക്കണം? തറവായിരിക്കണം. ഇത്രയും ഫോർമുലാസ് ഇത്ര മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. ഒന്ന് പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു 10 എന്താണെന്ന് എഴുതുക. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2e റേസ് ടു 3t ഈക്വൽ ടു വാട്ട്? ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റേസ് ടു മൈനസ് t പ്ലസ് e റേസ് ടു 2t പ്ലസ് cos 3t. ഓക്കെ, and Laplace transform of sin h 5t plus cos h 3t. ഈ 4 ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് ചെയ്യണേ നിങ്ങൾ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു 10, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2 ഇൻറ്റു ഇ റേസ് ടു 3t, ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇത് e raised to 2t plus cos 3t and Laplace transform sin h 5t plus cos ht. ആദ്യത്തെ ആൻസർ എന്താ വരുക? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു 10 ഇസ് വാട്ട്? ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, എന്താ വരുക? ടി റേസ് ടു 10ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇസ് 10 ഫാക്ടോറിയൽ. ഇവിടെ 10 ആണെങ്കിൽ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s raised to 11. 10 plus 1, that is 11. Okay, then this is what? 2 e raised to 2t. 2 is constant. So 2 into Laplace transform of e raised to 3t, that is 2 into 1 by s minus 3 എന്ന് വരും. Okay, e raised to 3tയുടെ Laplace transform is 1 by s minus 3. Similarly, ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്ത് വെക്കുക. Okay. Okay. താങ്ക് യു. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണേ. അടുത്തവർ ഞാൻ തന്നെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.